അപ്പോൾ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുണ്ടായ ജനവിധിയെ സ്വാഗതം ചെയ്യുകയാണ്. തോറ്റു തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ, അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ട് ചെയ്ത മുഴുവൻ വോട്ടർമാരെ എല്ലാ ഭേദവ്യത്യാസങ്ങൾക്കും അതീതമായി അഭിവാദ്യം ചെയ്യുകയാണ്. ജനവിധിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, ഞങ്ങൾ അതിനെ തുറന്ന മനസ്സോടുകൂടെ സ്വീകരിക്കുന്നു. അല്ലാതെ നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? പാർട്ടിയുടെ കേഡർ വോട്ട് എന്ന് പറഞ്ഞ വോട്ട് പോലും കിട്ടിയിട്ടില്ല എന്നതാണ് എണ്ണിയവർക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എണ്ണിയവർക്ക് തെറ്റുപറ്റിയാലും ജനങ്ങൾക്ക് തെറ്റുപറ്റില്ല. ജനസംസാരം അങ്ങനെയാ. അത്തരം ഒരു വിലയിരുത്തലിന് വസ്തുതകളുടെ പിൻബലമുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടണം. ഈ വലിയ പരാജയമുണ്ടായി എന്ന വാർത്തകൾ വരുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് വിഹിതം എന്ന് പറയുന്നത് ഇതുവരെ 41,644 അവസാന ശ്വാസം വരെ പോരാടി തോക്കുന്ന ജയിച്ചതിന് തുല്യമാണ് അമ്മേ. അപ്പോൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ അടിത്തറ ദുർബലപ്പെട്ടിട്ടില്ല എന്ന് വേണം വിലയിരുത്താൻ. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഉത്തരവാദിത്വം ഏത് പരിമിതികൾക്കുള്ളിലും മനുഷ്യസാധ്യമായ നിലയിൽ ഭംഗിയായി നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഒരു ഉത്തമ വിശ്വാസം. ഞാൻ പറഞ്ഞില്ല അച്ഛാ, തോറ്റതിന്റെ ചമ്മല് മാറിയിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുമ്പോട്ടേക്ക് വെച്ച രാഷ്ട്രീയം ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ അന്തസ്സിനെ കെടുത്തുന്ന എന്തെങ്കിലും ഒന്ന് ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും ഉണ്ടായോ? എവിടെയും ഉണ്ടായില്ല. തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി സംഭവിച്ച ദിവസം മുതൽ മുമ്പോട്ടേക്ക് വെച്ചത് പുതുപ്പള്ളിയുടെ ജീവിത പ്രശ്നങ്ങളും വികസനാനുഭവങ്ങളുമാണ്. അതിന്റെ സ്നേഹസമ്പൂർണമായ ഒരു സംവാദത്തിന് വേണ്ടിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ശ്രമിച്ചത്. അങ്ങനെ പടക്കടകുദാഹവ എന്തൊക്കെ മേളമായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി 3 നില വലിപ്പമുള്ള കിടത്തി ചികിത്സാ സൗകര്യമുള്ള ഫാമിലി ഹെൽത്ത് സെന്ററായി മാറി. ചെയ്യാൻ ആരോഗ്യമന്ത്രിയുടെ കസ്റ്റഡിയിൽ സഖാവ് കെ ശൈലജ ഇരിക്കേണ്ടതായി വന്നു. പുതുപ്പള്ളി പഞ്ചായത്തിൽ ഇപ്പോഴുമുണ്ട് ഒരു ഹെൽത്ത് സെന്റർ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 48 വർഷമായി ഇടിഞ്ഞു പൊളിഞ്ഞു വീടാറായി നിൽക്കുന്ന കെട്ടിടമാണ്. ഇപ്പോൾ ആ ബ്ലോക്ക് പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുകയാണ്. ഞങ്ങൾ ഫണ്ട് വെച്ച് അതിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങാൻ വേണ്ടി പോകുന്നു. എന്താണ് കഴിഞ്ഞ 53 വർഷം ഈ മണ്ഡലം അനുഭവിച്ച വികസന മുരടിപ്പെന്ന് ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഈ പോക്കണംകോട് പഞ്ചായത്ത് ശരിയാക്കി തരാം, അല്ലെങ്കിൽ എന്നത് ഇങ്ങനെ 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 വിളിച്ചോ. കാലയളവിൽ പുതുപ്പള്ളിയിൽ ഉണ്ടായ മാറ്റങ്ങളെ 1, 2, 3 എന്നതുപോലെ തൊട്ട് കാണിക്കാൻ ഞങ്ങൾക്ക് കഴിയും. ആദരണീയനായ മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് ഈ മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രചരണ യോഗങ്ങൾ സംഘടിപ്പിച്ചു. അതൊക്കെ ഞങ്ങൾക്ക് മുതൽക്കൂട്ടാവുക തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. INSPയുടെ മണ്ഡലം പ്രസിഡന്റ് KG പൊതുവാൾ വന്നിട്ടുണ്ട്. ആരാണാവോ അത്? ഞാനാണാവോ അത്? എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പാളിച്ചയുണ്ടായതായി ഞങ്ങളുടെ ആരുടെയെങ്കിലും അനുഭവത്തിൽ നിങ്ങൾക്ക് പോലും അത്തരം ഒരു വിലയിരുത്തലോ വിശദീകരണമോ ഉണ്ടായിട്ടുള്ളതായിട്ട് എന്റെ അനുഭവത്തിലില്ല. അത്രയും മനസ്സിലായില്ലേ? ധാരാളം. ഞാനതിൽ ഏകപക്ഷീയമായ ഒരു വിധി തീർപ്പിനില്ല. നിങ്ങൾ പരിശോധിച്ചു നോക്കുക, ഇന്നയോളമുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ ഉപതെരഞ്ഞെടുപ്പുകളുടെ ചരിത്ര ഭൂതകാലം എന്തായിരുന്നു? വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഞങ്ങൾ ഏത് ഘട്ടത്തിലും ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യങ്ങളുണ്ട്. ഞങ്ങൾ മുമ്പോട്ടേക്ക് വെക്കാൻ ശ്രമിച്ച ജീവിത പ്രശ്നങ്ങളും വികസനാനുഭവങ്ങളുമുണ്ട്. പക്ഷേ അതിനോട് UDFന്റെ പ്രതികരണം എന്തായിരുന്നു? UDFന്റെ നേതൃത്വം അതിനെ ഏതു നിലയിലാണ് അഭിസംബോധന ചെയ്യുന്നത്? ആ വികസനത്തിന്റെ അനുഭവങ്ങളെയും പുതുപ്പള്ളിയുടെ ജീവിത പ്രശ്നങ്ങളെയും മതനിരപേക്ഷ രാഷ്ട്രീയത്തെയും കുറിച്ചൊക്കെ ഞങ്ങൾ വിശകലനം ചെയ്യാനും ഞങ്ങൾ മുമ്പോട്ടേക്ക് സംവദിക്കാനും ഒക്കെ തയ്യാറായി വന്നപ്പോൾ അതിനോടായിരുന്നില്ല UDFന്റെ പ്രതികരണം. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ? പക്ഷെ ഞങ്ങൾ മുമ്പോട്ടേക്ക് വെച്ച പുതുപ്പള്ളിയുടെ വികസനത്തിനും പുതുപ്പള്ളിയുടെ മുന്നേറ്റത്തിനും വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ സമരങ്ങൾ, അതിന്റെ ശ്രമങ്ങൾ, അതൊക്കെ ഇനിയും അപങ്കുര മനസ്യൂതം തുടരും. 40 മുതൽ 50% വരെയാണ് BJPയുടെ വോട്ട് ഷെയർ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. BJPയുടെ വോട്ട് ആര് ചെയ്തു? ആർക്ക് ചെയ്തു? ആ 2 കഥാപ്രസംഗക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരാൻ പറഞ്ഞിട്ട് എന്തായാലോ? അവരല്ലേ സാറിന്റെ അപ്പുറം ഇരിക്കുന്നത്? ആ തെണ്ടികളാണ് ഈ ഇവിടെ വന്ന BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ പരാജയപ്പെടും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഇവിടെ തോക്കും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ പ്രതികരണം. എന്തെല്ലാം അറിഞ്ഞു വെച്ചിരിക്കണു എന്റെ ഭഗവതി. ഭയങ്കരമാണോ ഭയങ്കരം. ഒരു ബൂത്തിൽ മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലീഡ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്ന മീനടം പഞ്ചായത്തിലെ പുതുവയിൽ. അതൊഴികെ ബാക്കി എല്ലാ ബൂത്തിലും ഞങ്ങൾ പിറകിൽ പോയി.
എന്തുകൊണ്ട് അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി? അത് എന്നോടല്ല അവരോട് ചോദിക്കും. എന്തുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ടായി പോലും ഫാക്ച്വലായി ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇത് ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതീകമാണ് എന്നൊരു പ്രതികരണം നടത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല. ബൂർഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. അതാണ് പ്രശ്നം.